നമസ്കാരം. പുതിയൊരു ബിഗ് ബോസ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലൈവിൽ നടന്ന ഒരു ചെറിയ വഴക്ക്, നമ്മുടെ ഷാനവാസും അനീഷും തമ്മിലുണ്ടായ ചെറിയൊരു വഴക്ക്, അനീഷിൻ്റെ ഒരു ഗോൾഡ് കോയിനെ ചൊല്ലിയുണ്ടായ വഴക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ലാലേട്ടനും ബിഗ് ബോസും തമ്മിൽ ഉണ്ടാക്കിയെടുത്ത ഒരു സൗഹൃദമാണ് ഇവർക്കിടയിൽ ഉണ്ടായിരുന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അനീഷിൻ്റെ കയ്യിലുണ്ടാകുന്നൊരു ഗോൾഡ് കോയിൻ ആദിലെടുത്ത് ഒളിപ്പിക്കുകയും അത് തിരിച്ചു കൊടുക്കാൻ പോയ ആദിലയുടെ കയ്യിൽ നിന്ന് നമ്മൾ ഷാനവാസ് ആ ഗോൾഡ് കോയിൻ വാങ്ങി വയ്ക്കുകയുണ്ടായി. അനീഷ് കംപ്ലൈൻറ്റ് പറയാൻ നേരെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നപ്പോൾ നമ്മുടെ ഷാനവാസും ജിഷിനും കൂടെ വന്ന് അനീഷിൻ്റെ കൂടെ വന്ന് നിൽക്കുകയുണ്ടായി. ഇത് അനീഷിന് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അനീഷ് പറയുകയുണ്ടായി, നിങ്ങൾ പോകണം, ഇതെൻ്റെ പേഴ്സണൽ കാര്യമാണ്, എനിക്ക് ബിഗ് ബോസിനോടാണ് സംസാരിക്കാനുള്ളത്, ഇതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ്, എനിക്ക് പേഴ്സണൽ സ്പേസ് തരണം എന്നുള്ള കാര്യമൊക്കെ അനീഷ് നമ്മുടെ ഷാനവാസിനോടും ജിഷിനോടും ഒക്കെ പറയണ്ടായി. പക്ഷേ അവരാരും അത് കേൾക്കുന്നില്ല. അവർ ക്യാമറയുടെ ഫ്രണ്ടിൽ തന്നെ അനീഷിനെ ചുമ്മാ റേസ് ചെയ്യാനായിട്ട് അയാളെ കൂടെ നിൽക്കുകയുണ്ടായി. അനീഷ് പറയണ്ടായി, ഇതെനിക്ക് അത്ര വിലപ്പെട്ടൊരു കോയിനാണ്, എനിക്ക് ഡയറക്ടർ ജിത്തു ജോസഫ് സാർ തന്നതാണ്, നിങ്ങൾക്കാർക്കും അതിന് വാല്യൂ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ കേട്ടപ്പോൾ ഷാനവാസിന് ദേഷ്യം വന്നു. ഷാനവാസ് പറയണ്ടായി, എനിക്ക് വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്ന് നീ അല്ലല്ലോ തീരുമാനിക്കുന്നത്, എല്ലാവരും കൂടി കളിച്ച് നേടിത്തന്ന കോയിനാണ്, നിൻ്റെ ഒറ്റയ്ക്കുള്ള പ്രയത്നം കൊണ്ട് നേടിയെടുത്തതല്ലല്ലോ എന്നൊക്കെ ഷാനവാസ് അനീഷിനോട് പറയണ്ടായി. എന്തായാലും ഇവർക്കിടയിൽ ഉണ്ടായ ഫ്രണ്ട്ഷിപ്പ് അധികകാലം നീണ്ടുപോകുമെന്നൊന്നുമില്ല. ഇവർക്കിടയിൽ എന്തായാലും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് നോക്കാം തുടർന്നുള്ള അപ്ഡേറ്റ് എന്താണെന്നുള്ള കാര്യം. തുടർന്നുള്ള അപ്ഡേറ്റിന് വേണ്ടി നീ കൂടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്